നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 15 മരണം, 80-ലേറെ പേർക്ക് പരുക്കേറ്റു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറേണ്ട ദിവസമാണ് ആക്രമണമുണ്ടായത്. ഗ്രാമങ്ങളിലേക്ക് മടങ്ങാനൊരുങ്ങിയവർക്ക് നേരെയായിരുന്നു ഇസ്രായേൽ സൈനികർ വെടിയുതിർത്തത്. വെടിനിർത്തൽ കരാർ പ്രകാരം ഇന്ന് രാവിലെ 7:30 മുതൽ നാട്ടുകാരെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങാൻ അനുവദിക്കുമെന്നായിരുന്നു ധാരണ. തെക്കൻ ലെബനനിലെ 60-ലധികം ഗ്രാമങ്ങളിലേക്ക് മടങ്ങാൻ ശ്രമിക്കരുത് എന്ന് ഇസ്രായേലി സൈനിക വക്താവ് രാവിലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗസയെ ശുദ്ധീകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസയിൽ നിന്ന് കൂടുതൽ അഭയാർത്ഥികളെ ജോർദൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഏറ്റെടുക്കണം. ഇക്കാര്യം കഴിഞ്ഞ ദിവസം ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി സംസാരിച്ചിരുന്നുവെന്നും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുള്ള ഫത്ത അൽ സിസിയുമായി ഉടൻ സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ നീക്കം അപലപനീയമെന്നും ഇസ്രായേലിന്റെ അജണ്ടയാണ് ട്രംപ് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ആരോപിച്ചു. ഇംപീച്ച് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് ഹിയോൾ കുറ്റക്കാരനെന്ന് കോടതി. പട്ടാള നിയമം പ്രഖ്യാപിച്ച ശേഷം കലാപത്തിന് നേതൃത്വം നൽകി എന്നാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത്. ഇതാദ്യമായാണ് ഒരു ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുന്നത്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം യുഎഇയിലെ പ്രവാസികളും വിപുലമായി ആഘോഷിച്ചു. ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. അബുദാബി ഇന്ത്യൻ എംബസിയുടെയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും ആഭിമുഖ്യത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളായിരുന്നു യുഎഇയിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ രാവിലെ 7 മണിക്ക് കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം കോൺസുൽ ജനറൽ വായിച്ചു. You would have seen the wonderful turnout for the 76th Republic Day celebrations at the consulate. This shows the strength of Indian diaspora, particularly in UAE. Their contributions is adding a lot of pride to our country. This year we also had the community's best aspect of community coming out during the amnesty. So during my speech I had the opportunity to thank each and every community association who had partnered with the consulate. അവധി ദിനമായതിനാൽ പ്രവാസികളും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി ഒഴുകിയെത്തി. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ ഒരു ഓർമ്മ മാത്രമാണ് റിപ്പബ്ലിക് ഡേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ എല്ലാവരുമായിട്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് ആൾക്കാർ, ഡിഫറെൻറ്റ് സൊസൈറ്റി എല്ലാവരുമായിട്ട് ആഘോഷിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. അബുദാബി ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക, സാംസ്കാരിക, വാണിജ്യ രംഗത്തെ പ്രമുഖരും സാധാരണക്കാരും നയതന്ത്ര കാര്യാലയങ്ങളിൽ നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്തു. രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകളിലും പ്രത്യേക ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നു. 24 ദുബായ്. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനം റിയാദിലെ ഇന്ത്യൻ എംബസി ആഘോഷിച്ചു. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് ഇന്ത്യൻ പ്രവാസികളാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ എംബസി അങ്കണത്തിൽ ഒത്തുചേർന്നത്. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ദേശീയ പതാക ഉയർത്തിയ ശേഷം മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അദ്ദേഹം രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് സന്ദേശം വായിച്ചു. ഇന്ത്യൻ എംബസി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാനങ്ങളും നൃത്യങ്ങളും മറ്റു കലാ സാംസ്കാരിക പരിപാടികളും ചടങ്ങിൽ അരങ്ങേറി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഓൺലൈൻ ക്വിസ് മത്സര വിജയികൾക്കുള്ള പ്രശംസാപത്രവും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് മാധ്യമ പ്രവർത്തകരുമായി സംവദിക്കവേ സൗദിയിലെ എല്ലാ ഇന്ത്യക്കാർക്കും സ്ഥാനപതി റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു. I wish to convey my best wishes to the entire Indian diaspora in the Kingdom of Saudi Arabia. Today here at the embassy we had a very overwhelming response from the Indian community who has joined us. DCM അബു മാത്തൻ ജോർജ് ഉൾപ്പെടെ എംബസിയിലെ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളും ആഘോഷ പരിപാടികളുടെ ഭാഗമായി പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് ഇന്ത്യൻ സ്ഥാനപതി ഒരുക്കിയ പ്രത്യേക വിരുന്നിൽ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും സൗദിയിലെ പൗരപ്രമുഖരും ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളും പങ്കെടുത്തു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളുടെ സൗദിയിലെ ദമാമിലും ആഘോഷിച്ചു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ബോയ്സ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. 76ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളാണ്
ദമാമിലും വിവിധ വർണ്ണാഭമായ പരിപാടികളോടെ അരങ്ങേറിയത്. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ബോയ്സ് വിഭാഗം ഗ്രൗണ്ടിലായിരുന്നു ആഘോഷ പരിപാടികൾ. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചെയർപേഴ്സൺ ആനന്ദ് വിനയ് പർവാൽ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാനാലാപനവും ശ്രദ്ധേയമായി. വൈസ് പ്രിൻസിപ്പൽ ഇർഫാൻ വഹീദ് സ്വാഗതവും പറഞ്ഞു. സ്കൂൾ സ്കൗട്ട് വിഭാഗം ഗാർഡർ ഓഫ് ഓണർ നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ പീറ്റർ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം സദസ്സിന് മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സ്കൗട്ട് വിഭാഗത്തിന്റെ വിവിധ കായിക പ്രകടനങ്ങളും വിവിധ സംസ്ഥാന സാംസ്കാരിക പൈതൃകം വിളിച്ചോതിയ നൃത്യങ്ങളുമെല്ലാം ശ്രദ്ധേയമായി. റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ വീക്ഷിക്കാൻ രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേരെത്തി. കഴിഞ്ഞ അധ്യയന വർഷം +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ മൊമെന്റ് നൽകി അനുമോദിച്ചു. CBSE ക്ലസ്റ്ററിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ഇന്ത്യൻ സ്കൂൾ കായിക വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നാഷണൽ മിക്സഡ് ഡബിൾ ഇൻ ടേബിൾ ടെന്നീസ് വിന്നറായ ജവാൻ ജോസഫിനെയും ചടങ്ങിൽ അനുമോദിച്ചു. സുബൈറുദ്ദീൻ 24 ദമാം. OICC ദമാം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ദേശീയ പതാക ഉയർത്തിയും മധുരം വിതരണം ചെയ്തുമായിരുന്നു ആഘോഷം. OICC ദമാം റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനം ദേശീയ പതാക ഉയർത്തിയും പ്രതിജ്ഞയെടുത്തും മധുരം വിതരണം ചെയ്തുമെല്ലാം ആഘോഷിച്ചത്. OICC ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് EK സലീം പതാക ഉയർത്തി. KPCC മുൻ നിർവാഹക സമിതി അംഗം അഹമ്മദ് പുളിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. OICC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഒരു പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിലേക്കുള്ള രാജ്യത്തിന്റെ പരിവർത്തനത്തെ അടയാളപ്പെടുത്തുക മാത്രമല്ല, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഉത്തരവാദിത്വ ബോധം വളർത്തിയെടുക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളും രാഷ്ട്ര നേതാക്കളും നടത്തിയ ത്യാഗങ്ങളെക്കുറിച്ച് പൗരന്മാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുപ്രധാന അനുസ്മരണമാണ് റിപ്പബ്ലിക് ദിനമെന്നും അദ്ദേഹം പറഞ്ഞു. OICC ഗ്ലോബൽ കമ്മിറ്റി പ്രതിനിധി ഹനീഫ റാവുത്തർ, സൗദി നാഷണൽ കമ്മിറ്റി പ്രതിനിധി റഫീഖ് കുട്ടിലങ്ങാടി, റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷംസ് കൊല്ലം, റീജിയണൽ വനിതാവേദി ജനറൽ സെക്രട്ടറി ഹുസ്ന ഹാസിഫ് എന്നിവർ ആശംസകൾ നേർന്നു. റീജിയണൽ കമ്മിറ്റി ഓഡിറ്റർ ബിനു പി ബേബി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. റഷീദ് പത്തനാപുരം, ശ്യാം പ്രകാശ്, തോമസ് തൈപ്പറമ്പിൽ, അഷ്റഫ് കൊണ്ടോട്ടി, റോയ് കരുമാടി, ഹമീദ് മരക്കാശ്ശേരി, ജലീൽ പള്ളാത്തുരുത്തി, സുരേന്ദ്രൻ പയ്യന്നൂർ, ഗഫൂർ വടകര, സലീന ജലീൽ, മുന്താസ് ബീവി, സിദ്ദീഖ് നടുവന്നൂർ, അസ്മ ബീവി, ജസ ജലീൽ, നജ്മുദ്ദീൻ, നൂർഷാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനറൽ സെക്രട്ടറി ഷിഹാബ് കായംകുളം സ്വാഗതവും ട്രഷറർ പ്രമോദ് പൂപ്പാല നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീൻ 24 ദമാം. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനം കുവൈറ്റിലെ ഇന്ത്യൻ എംബസി വർണ്ണാഭമായി ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളോടെ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ വർണ്ണാഭമായ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സൈക്വ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ നഷ്ടമായവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ദേശഭക്തി നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹം രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം ചരിത്രപരമായ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചതെന്നും കുവൈറ്റുമായി ഗവൺമെന്റ് തലത്തിലുള്ളതും പൗരന്മാർ തമ്മിലുമുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കുവൈറ്റിലും ഗൾഫ് മേഖലയിലും യോഗയെ പ്രോത്സാഹിപ്പിച്ചതിന് ഷെയ്ഖ AJ അൽ സബാഹിന് ഇന്ത്യയിലെ ഏറ്റവും ആദരണീയമായ സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മശ്രീ നൽകി ആദരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആയിരക്കണക്കിന് പേർ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി. വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. പ്രവൃത്തി ദിനത്തിലും പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പേരാണ് ഇന്ത്യൻ എംബസി അങ്കണത്തിൽ ഒഴുകിയെത്തിയത്. ജലിൻ തൃപ്പയാർ, 24 കുവൈറ്റ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച ബഹ്റൈനിലെ പ്രവാസി സമൂഹം. ഇന്ത്യൻ എംബസി ഉൾപ്പെടെ വിവിധ പ്രവാസി സംഘടനകൾ ആഘോഷത്തിന്റെ ഭാഗമായി. 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ബഹ്റൈൻ ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ
വിനോദ് കെ ജേക്കബ് പതാക ഉയർത്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശം അംബാസഡർ വായിച്ചു. ബഹ്റൈൻ ഇന്ത്യൻ ക്ലബിന്റെ പ്രസിഡന്റ് കാഷ്യസ് പെരേരിയ പതാക ഉയർത്തി. ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ നടന്ന ആഘോഷത്തിൽ BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് പതാക ഉയർത്തി. എക്സിക്യൂട്ടീവ് മാനേജർ ജെമി ജോൺ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ബഹ്റൈൻ കേരള സമാജത്തിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ദേശീയ പതാക ഉയർത്തി. കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ജെയിംസ് ജോൺ ദേശീയ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം ആശംസിച്ചു. സീറോ മലബാർ സൊസൈറ്റി സംഘടിപ്പിച്ച ആഘോഷത്തിൽ ജനറൽ സെക്രട്ടറി സബിൻ കുര്യാക്കോസ് പതാക ഉയർത്തി. ബഹ്റൈനിലെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്, വേൾഡ് മലയാളി കൗൺസിൽ, ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി തുടങ്ങി നിരവധി സംഘടനകൾ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. 24 ബഹ്റൈൻ. ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ റെക്കോർഡ് വർധന. കഴിഞ്ഞ വർഷം മാത്രം ദുബായിൽ 761 ബില്യൺ ദിർഹത്തിന്റെ ഇടപാടുകൾ നടന്നതായി കണക്കുകൾ. ഇതിൽ 1 ലക്ഷത്തിലധികം പുതിയ കമ്പനികളാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പാണ് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കഴിഞ്ഞ വർഷം നടന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് വാടക കരാറുകൾ എന്നിവയിൽ 2023 അപേക്ഷിച്ച് 36% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാത്രം 761 ബില്യൺ ദിർഹത്തിന്റെ മൂല്യമുള്ള 27 ലക്ഷത്തിലേറെയുള്ള ഇടപാടുകളാണ് നടന്നതെന്ന് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ മർവാൻ അഹമ്മദ് ബിൻ ഖലീത്ത പറഞ്ഞു. 1,10,000 പുതിയ കമ്പനികളാണ് നിക്ഷേപം നടത്തിയത്. 2023 411 ബില്യൺ ദിർഹം മൂല്യമുള്ള 1,33,100 ഇടപാടുകളാണ് റിയൽ എസ്റ്റേറ്റിൽ നടന്നിരുന്നത്. ലോകോത്തര നിലവാരത്തിൽ സുരക്ഷിതമായി കഴിയാനുള്ള സാഹചര്യം ഉൾപ്പെടെയാണ് ആളുകളെ ദുബായിലേക്ക് ആകർഷിക്കുന്നതും നിക്ഷേപകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയിൽ മേഖലയ്ക്കുള്ള ജനപ്രീതിയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 4 വർഷമായി ദുബായിലെ വാടകയിലും വലിയ തോതിൽ വർധനവ് വന്നിട്ടുണ്ട്. എമിറേറ്റിലേക്ക് പുതിയ താമസക്കാരുടെയും നിക്ഷേപകരുടെയും വരവ് വർദ്ധിച്ചതാണ് ഇതിന് കാരണം. കഴിഞ്ഞ വർഷം മാത്രം ദുബായിൽ ജനസംഖ്യ 1 ലക്ഷത്തിലധികം വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 24 ദുബായ്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ചൊവ്വാഴ്ച ഒമാൻ സന്ദർശിക്കും. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഇരു രാജ്യങ്ങൾക്കും പൊതുതാൽപര്യമുള്ള വിഷയങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്യും. പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ വിവിധ വിഷയങ്ങളും സംഭവവികാസങ്ങളും നേതാക്കൾ അവലോകനം ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര പരിഗണനയുള്ള പ്രധാന മേഖലകളിൽ സഹകരണം വളർത്തുന്നതും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ഖത്തറിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ ഫോറം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. അരോമ റെസ്റ്റോറന്റിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് ഫൈസൽ ഹംസ അധ്യക്ഷത വഹിച്ചു. പരുമലിയെ പ്രസിഡന്റായും, ഷഫീഖ് അർക്കലിനെ ജനറൽ സെക്രട്ടറിയായും, RJ രതീഷിനെ ട്രഷററായും, സാദിഖ് ചേന്നാടിനെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. അൻവർ പാലേരിയാണ് സെക്രട്ടറി. ഫൈസൽ ഹംസ, K. ഹുബൈബ്, അഹമ്മദ് കുട്ടി അറളയിൽ, ഷഫീഖ് ആലുങ്ങൽ, നിസ എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തിരഞ്ഞെടുത്തു. ഖത്തറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. ആലപ്പുഴ പാണ്ടനാട് തുണ്ടിയിൽ കിഴക്കേതിൽ TK സജികുമാറാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. മുൻ സൈനികനായിരുന്നു. ഖത്തറിൽ സ്വകാര്യ കമ്പനിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി പ്രവർത്തിച്ചിരുന്നു. പ്രവാസി വെൽഫെയർ റീപാട്രിയേഷൻ വിഭാഗത്തിന് കീഴിൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും. ജിദ്ദ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. സോക്കർ ഫെസ്റ്റ് സീസൺ 2 എന്ന പേരിൽ ഫെബ്രുവരി 2-നാണ് മത്സരം. മഹജർ എംപറർ സ്റ്റേഡിയത്തിൽ രാത്രി 9 മണിക്ക് മത്സരങ്ങൾ തുടങ്ങും. ജിദ്ദയിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രമുഖരായ 8 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. വിന്നേഴ്സിന് 4001 റിയാലും ട്രോഫിയും, റണ്ണേഴ്സിന് 2001 റിയാലും ട്രോഫിയും നൽകും. ടൂർണമെന്റിനോടനുബന്ധിച്ച് ജില്ലയിലെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പരേഡും വനിതാ വിങ്ങിന്റെ കീഴിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യ ഉത്സവ് 2025 തുടക്കമായി. അൽട്രായ് ഔട്ട്ലെറ്റിൽ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർ സ്വൈഗ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, സംസ്കാരം, പൈതൃകം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളർത്തുന്നതിലും ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ അംബാസഡർ പ്രശംസിച്ചു. ചടങ്ങിൽ ലുലു ഉന്നതതല മാനേജ്മെന്റ് പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഇനിയും പിടിതരാതെ പഞ്ചാരക്കൊല്ലിയിൽ ഭീതി പടർത്തി നരഭോജി കടുവ. കടുവാ ദൌത്യത്തിനിടെ രാവിലെ വനപാലകനെ കടുവ ആക്രമിച്ചു. പരിക്ക് ഗുരുതരമല്ല. പഞ്ചാരക്കൊല്ലിയിലെത്തിയ വനമന്ത്രി AK ശശീന്ദ്രൻ നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധം നേരിട്ടു. ദൌത്യം തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് കർഫ്യൂ ഏർപ്പെടുത്തി. പഞ്ചാരക്കൊല്ലി, മേലെ ചിറക്കര, പിലാക്കാവ് 3 റോഡ് ഭാഗം, മണിയംകുന്ന് ഭാഗം എന്നിവിടങ്ങളിലാണ് കർഫ്യൂ. രാവിലെ 6 മുതൽ 48 മണിക്കൂറാണ് നിയന്ത്രണം. സർവ്വസന്നാഹങ്ങളുമായി ദൌത്യസംഘം കാത്തിരുന്നിട്ടും കടുവ കുടുങ്ങിയില്ല. തിരച്ചിലിനിടെ ദൌത്യസംഘാംഗത്തെ കടുവ ആക്രമിച്ചത്
പഞ്ചാരക്കൊല്ലിയുടെ ഭീതിയേറ്റി. കടുവ ചാടിയപ്പോൾ തടഞ്ഞ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ജയസൂര്യയുടെ കൈക്ക് പരുക്കേറ്റു. പെട്ടെന്ന് പുറകിന് അടിച്ചിടണം. അപ്പൊ ഞാൻ ഷീൽഡും കൊണ്ട് മേലെ ഇങ്ങനെ തട്ടപ്പോ കടുവിന്റെ കൈ മാത്രം. രാധയെ ആക്രമിച്ച് കൊന്നതിന് സമീപമാണ് ഇന്നും കടുവയുടെ ആക്രമണമുണ്ടായത്. മാനന്തവാടിയിലെ സാഹചര്യം വിലയിരുത്താൻ കൽപ്പറ്റ കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. ഓൺലൈനായി മുഖ്യമന്ത്രിയും ചർച്ചയിൽ പങ്കെടുത്തു. പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും തർക്കമില്ല, അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെട്ടു, ഇത് എൻ്റെ തീരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായി അക്രമ കാണിക്കുന്ന വന്യമൃഗങ്ങളെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വകുപ്പ് ഉപയോഗിച്ച് വെടിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന ഉപദേശം കൂടി കിട്ടിയപ്പോൾ പിന്നാലെ പഞ്ചാരക്കൊല്ലിയിൽ രാധയുടെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയ AK ശശീന്ദ്രന് കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വന്നു. അരമണിക്കൂറോളം മന്ത്രി വാഹനത്തിനുള്ളിലിരുന്നു. രാധയുടെ കുടുംബത്തെ സന്ദർശിച്ച AK ശശീന്ദ്രൻ മകൻ അനിലിന് വനംവകുപ്പിൽ താൽക്കാലിക നിയമനത്തിനുള്ള ഉത്തരവ് കൈമാറി. പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നു. കടുവാ ദൗത്യത്തിനായി കുങ്കിയാനകളെയും തെർമൽ വാൻ അടക്കമുള്ള സംവിധാനങ്ങളും പഞ്ചാരക്കൊല്ലിയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ഈ നാടിനെ ഭീതി പരത്തി കടുവ സ്വൈരവിഹാരം തുടരുകയാണ്. അഭിജിത്ത് മുഴക്കുന്നിനും ക്യാമറമാൻമാരായ മനു ദാമോദരനും ഷിജു ചവറയ്ക്കുമൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. നരഭോജക്കടുവയെ പിടികൂടാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ടീം തയ്യാറാക്കിയെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ 50 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കർഫ്യൂ കൂടുതൽ ശക്തമാക്കുമെന്നും ശാരദാ മുരളീധരൻ 24നോട് പറഞ്ഞു. ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ് എന്നുള്ളത് നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്യണം. ഇപ്പം 80 പേര് അടങ്ങുന്ന 10 ടീമുകളാണ്. ഇപ്പം നമ്മൾ റെസ്ട്രിക്ഷൻസ് ഒരു പാർഷ്യലായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ ഇത് വന്നിരിക്കുന്നു. 50 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് നമ്മൾ വയനാട്ടിന് കൊടുക്കുന്നു, DDMAക്ക് കൊടുക്കുന്നു, അപ്പം അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള കേരളത്തിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് BJP നേതാവും പരിസ്ഥിതി പ്രവർത്തകയുമായ മേനകാ ഗാന്ധി. കടുവയെ വെടിവെച്ച് കൊല്ലരുതെന്ന കേന്ദ്ര ഉത്തരവ് നിലവിലുണ്ട്. കേരളത്തിന്റെ നടപടി നിയമലംഘനമാണെന്നും മേനകാ ഗാന്ധി 24നോട് പറഞ്ഞു. No tiger can be issued a shoot to kill order. So Kerala is as usual breaking the law. You can capture the tiger, you cannot kill it. That is the order of the government of India. In Kerala you like killing. Whether it's elephants or tigers or wild boar or dogs, you like killing. But there are laws in India to stop this. The tiger is a national treasure. This tiger is an old tiger. She can easily be captured. So therefore, effort must be made to capture. Human-wildlife conflict is there because you keep taking the wildlife areas, the intrusion into the forest. The farmers are almost all their land are taken from the forest. And plus you have been killing all the tigers' food. Every farmer is killing wild boar. If you let the tigers eat the wild boar, then they would not be coming out, Nabita. വയനാട് പുൽപ്പള്ളി കീഴക്കവലയിൽ കടുവയെ കണ്ടതായി പ്രദേശവാസികൾ. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാറിന്റെ തോട്ടത്തിന്റെ അടുത്താണ് കടുവയെ കണ്ടത്. വനംവകുപ്പ് സ്ഥലത്തെത്തി പ്രദേശത്ത് തിരച്ചിൽ നടത്തി. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മക്ക സെൻട്രൽ കമ്മിറ്റി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. OICC മക്ക സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി ചുനക്കരയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഷാനിയാസ് കുന്നിക്കോട് ഉദ്ഘാടനം ചെയ്തു. സാക്കിർ കൊടുവള്ളി, നസീർ കണ്ണൂർ, നിസാം കായംകുളം, ഇഖ്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണഘടനയുടെ നാൾവഴികൾ എന്ന ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. ജിദ്ദയിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിപുലമായ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പതാക ഉയർത്തി രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു. മാർച്ച് പാസ്റ്റിൽ കോൺസൽ ജനറൽ സല്യൂട്ട് സ്വീകരിച്ചു. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും പൈതൃകവും അടയാളപ്പെടുത്തുന്ന പരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഹേമലത മഹാലിംഗം, പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഇമ്രാൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സ്കൂൾ ജീവനക്കാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അമേരിക്കയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഭാരതീയർക്ക് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സാസിന്റെ ആദരം. അമേരിക്കയിലെ ആദ്യകാല മലയാളി മാധ്യമപ്രവർത്തകൻ ജോയിച്ചൻ പുതുക്കുളം ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം പുരസ്കാരം ഏറ്റുവാങ്ങും. IPCNT പ്രസിഡന്റ് സണ്ണി മാളിയേക്കൽ അധ്യക്ഷത വഹിക്കും. ഡാലസിൽ കേരള അസോസിയേഷൻ ഹാളിലാണ് പരിപാടി. ജോയിച്ചൻ പുതുക്കുളം
ഐ വർഗീസ്, ജോസ് കണിയാലി, ഏലിയാമ്മ ഇടിക്കുള എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. ഡാലസിലെ യുവമാധ്യമ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്ന ഡി മലയാളി ഓൺലൈൻ ദിനപത്രത്തിന്റെ പ്രകാശന കർമ്മവും ചടങ്ങിൽ നടക്കും. യാക്കോബായ സഭാധ്യക്ഷനായി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് പാത്രിയാർക്ക് ആസ്ഥാനമായ ബെയ്റൂട്ടിൽ മാർച്ച് 25 നടക്കുന്ന ചടങ്ങിന് പാത്രിയാർക്കീസ് ബാബ മുഖ്യകാർമ്മികത്വം വഹിക്കും. സഭയിലെ മെത്രാപ്പൊലീത്തമാരും പൌരപ്രമുഖരും സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും. 24 എക്സ്ക്ലൂസീവ്. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ സ്ഥാനാരോഹണ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. നിലവിൽ യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തയും എപ്പിസ്കോപ്പൽ സൂനഹദോസ് പ്രസിഡന്റുമാണ് ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ്. അന്തരിച്ച ബസോലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ തന്റെ വിൽപത്രത്തിലൂടെ പിൻഗാമിയായി ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ പേര് നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെ സഭാ സൂനഹദോസ് ഗ്രിഗോറിയോസിനെ കാതോലിക്കയായി വാഴിക്കണമെന്ന ആവശ്യമുന്നയിച്ച് പാത്രിയാർക്കീസ് ബാവയ്ക്ക് കത്ത് നൽകി. കേരളത്തിലെത്തിയ പാത്രിയാർക്കീസ് ബാവ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ നിയുക്ത കാതോലിക്കയായി പ്രഖ്യാപിച്ചു. തീരുമാനം ആഗമാന സുറിയാനി സഭകളും അംഗീകരിച്ചു. മാർച്ച് 25 ബെയ്റൂത്തിലെ പാത്രിയാർക്ക ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ സഭയിലെ മെത്രാപ്പൊലീത്തമാരും സുറിയാനി ഓർത്തഡോക്സ് സഭകളുടെ ആർച്ച് ബിഷപ്പുമാരും പങ്കെടുക്കും. 26 ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭകളുടെ സൂനഹദോസ് ചേരും. ഏപ്രിൽ ആദ്യ ആഴ്ചയോടെ പുതിയ കാതോലിക്ക കേരളത്തിലേക്ക് മടങ്ങിയെത്തും. പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പള്ളിത്തർക്കവും കോടതി വ്യവഹാരങ്ങളുമാണ് പുതിയ നേതൃത്വത്തെ കാത്തിരിക്കുന്ന പ്രധാന വെല്ലുവിളി. ഗീസ് പീറ്റർ, 24 കൊച്ചി. ഏറെ വെല്ലുവിളി നിറഞ്ഞ സമയത്താണ് മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സഭയുടെ അധ്യക്ഷനാകുന്നത്. ശ്രേഷ്ഠ കാതോലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത പരിശുദ്ധ പരുമല തിരുമേനിയുടെ 4ാം തലമുറക്കാരനാണ്. വിവിധ ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ജോസഫ് മാർ ഗ്രിഗോറിയോസ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനുമാണ്. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.